നമസ്കാരം. ഇന്ത്യയിൽ മൊത്തമായി വിൽപ്പന നടത്തിയ ഇലക്ട്രിക് കാറുകളുടെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ 2026 മെയ് മാസത്തിൽ BYD വിൽപ്പന നടത്തിയത് 683 കാറുകളാണ്. അതേസമയം 2026 ഏപ്രിൽ മാസത്തിൽ അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത് 549 കാറുകൾ മാത്രമാണ്. എന്ന് വെച്ചാൽ മന്ത് ഓൺ മന്ത് സെയിൽസിൽ 24% വളർച്ചയാണ് BYD കൈവരിച്ചിരിക്കുന്നത് എന്നർത്ഥം. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന ടെസ്ലയെ പോലും പിറകിലാക്കി 1ാം സ്ഥാനത്ത് നിൽക്കുന്ന BYDക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ടോപ്പ് 5-ൽ പോലും സ്ഥാനമില്ലാതെ പോയത്? പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, നിലവിൽ BYD ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന വണ്ടികളെല്ലാം പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വണ്ടികളായതുകൊണ്ട് തന്നെയായിരിക്കണം. E-Max 7 ആയാലും ആട്ടോ 3 ആയാലും Sea Lion ആയാലും Seal ആയാലും ഇതിന്റെ എല്ലാം വില ഒരു സാധാരണക്കാരന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. വേൾഡ് മാർക്കറ്റിൽ BYDയേക്കാൾ എത്രയോ പിറകിലുള്ള MG പോലും 5000-ഓളം കാറുകൾ വിൽപ്പന നടത്തി 2026 മെയ് മാസത്തെ വിൽപ്പനയിൽ ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും തൊട്ടു പിറകെ 3ാം സ്ഥാനത്താണുള്ളത്. കാരണം ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലുള്ള വണ്ടികൾ അവർ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്നത് കൊണ്ട് തന്നെ. ഇത്തരത്തിൽ എഫോർഡബിൾ ആയിട്ടുള്ള വണ്ടികൾ BYD ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കിയാൽ തീർച്ചയായും അവരുടെ വിൽപ്പന കുത്തനെ കൂടുമെന്ന് മാത്രമല്ല, മുൻനിരയിലുള്ള കമ്പനികൾ അവരുടെ സ്ഥാനം നിലനിർത്താൻ ഒന്ന് പാടുപെടേണ്ടിയും വരും. അവരൊക്കെ ഒന്ന് വിയർക്കേണ്ടി വരുമെന്ന് ചുരുക്കം. ഇതൊന്നും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ലെങ്കിലും ഭാവിയിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BYDയുടെ ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലുള്ള ഒരു കാർ ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ അത് അവരുടെ സീഗൾ എന്ന മോഡൽ ആവാനാണ് സാധ്യത. 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന ബീജിംഗ് ഇന്റർനാഷണൽ ഓട്ടോമോട്ടീവ് എക്സിബിഷനിൽ BYD അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ 2026 സീഗൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേ കാർ തന്നെ ഡോൾഫിൻ മിനി എന്ന പേരിലും ഡോൾഫിൻ സർഫ് എന്ന പേരിലും ചില മാർക്കറ്റിൽ അറിയപ്പെടുന്നുമുണ്ട്. എഫോർഡബിൾ സെഗ്മെന്റ് കാറുകളിൽ വെച്ച് ഏറ്റവും പ്രീമിയം സ്മാർട്ട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയതാണ് സീഗളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓപ്ഷണലായി കൊടുത്ത റൂഫ് മൗണ്ടഡ് ലിഡാറും അപ്ഗ്രേഡ് ചെയ്ത ഇലക്ട്രിക് മോട്ടോറും CLTC റേറ്റഡ് റേഞ്ച് 505 കിലോമീറ്ററിലേക്ക് ഉയർത്തിയതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇനി നമ്മൾ 2026 BYD സീഗളിന്റെ പെർഫോമൻസിന്റെയും പവർ ട്രെയിന്റെയും ഒക്കെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 60 കിലോവാട്ട്, അതായത് ഏകദേശം 80 ഹോഴ്സ് പവർ നൽകാൻ സാധിക്കുന്ന PMS മോട്ടോറാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ് കേട്ടോ. അതേപോലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേരിയന്റുകൾ അനുസരിച്ച് 30 കിലോവാട്ട് അവർ മുതൽ 39 കിലോവാട്ട് അവർ വരെയുള്ള ബാറ്ററി പാക്കുകളാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ പഴയ മോഡലുകളിൽ 405 കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടായിരുന്നത് നിലവിലെ ഏറ്റവും പുതിയ അപ്ഗ്രേഡഡ് മോഡലിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന CLTC റേഞ്ച് മാക്സിമം 505 കിലോമീറ്റർ ആണ്. ചൈന ലൈറ്റ് ഡ്യൂട്ടി വെഹിക്കിൾ ടെസ്റ്റ് സൈക്കിൾ എന്നാണ് CLTCയുടെ ഫുൾ ഫോം കേട്ടോ. നമ്മളിവിടെ ഇന്ത്യയിൽ IDC റേഞ്ച് എന്നൊക്കെ പറയുന്നത് പോലെ. അതേപോലെ 130 കിലോമീറ്റർ പെർ അവർ ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. അത്രയും സ്പീഡിലാണ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലുള്ള കാറാണെന്നൊക്കെ പറയുമ്പം ഇതൊരു വളരെ ചെറിയ കാറാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഹാച്ച് ബാക്ക് തന്നെയാണിത്. BYD ഈ പ്ലാറ്റ്ഫോം 3.0-ൽ വരുന്ന സീഗളിന്റെ ഓവറോൾ ലെങ്ത് 3780 മില്ലിമീറ്ററും വിഡ്ത്ത് 1715 മില്ലിമീറ്ററും ഹൈറ്റ് 1540 മില്ലിമീറ്ററുമാണ്. അങ്ങനെ നമ്മൾ വണ്ടിയുടെ മെഷർമെന്റ് പറയുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ മൊത്തമായ വലുപ്പം മനസ്സിലാവണമെന്നില്ല, അല്ലെ? ഏതെങ്കിലും നമുക്ക് അറിയപ്പെടുന്ന ഒരു വണ്ടിയുമായിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കേണ്ടി വരും. ഏകദേശം ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റിന്റെ സൈസ് ഉണ്ടാവും ഇതിന്. ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന്റെ ലേറ്റസ്റ്റ് മോഡലുകളുടെ ഓവറോൾ ലെങ്ത് 3860 മില്ലിമീറ്ററും വിഡ്ത്ത് 1735 മില്ലിമീറ്ററും അതുപോലെ ഹൈറ്റ് 1570 മില്ലിമീറ്ററുമാണ്. സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് സീഗളിന്റെ ലെങ്ത്തും വിഡ്ത്തും ലേശം ഒന്ന് കുറവാണെങ്കിലും ഹൈറ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി നമ്മൾ സ്മാർട്ട് ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ലിഡാർ സിസ്റ്റമാണ് സീഗളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് പക്ഷേ ഓപ്ഷണൽ ആണ് കേട്ടോ. ലിഡാർ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ്. വണ്ടിയുടെ മുകളിൽ, അതായത് റൂഫ് ടോപ്പിൽ നിങ്ങൾക്കൊരു മൗണ്ട് ചെയ്ത ലേസർ സെൻസർ കാണാൻ സാധിക്കും. ഗോഡ്സ് ഐ ബി അല്ലെങ്കിൽ ഡി പൈലറ്റ് 300 എന്നാണ് ഇവരിതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇന്റലിജന്റ് ഡ്രൈവിംഗ് അസിസ്റ്റന്റ് സിസ്റ്റം ആണത്. ഓട്ടോണമസ് നാവിഗേഷൻ, സ്പോട്ട് ലൈറ്റ് റിക്കഗ്നിഷൻ, ഓട്ടോമേറ്റഡ് വാലറ്റ് പാർക്കിംഗ് പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. 12 ക്യാമറകളും 5 ചെറിയ റഡാറുകളും 12 സെൻസറുകളുമാണ് ഇതിനുവേണ്ടി ഈ കാറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്ടോ പൈലറ്റ് നാവിഗേഷനും ഓട്ടോ ഡി ടൂറിംഗും
അർബൻ എക്സ്പ്രസ് നാവിഗേഷൻ പോലെയുള്ള ഹൈ ലെവൽ എഡാസ് ഫംഗ്ഷൻ ഒക്കെ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. 2 വേരിയന്റുകളിലാണ് BYD സീകൾ ഇറങ്ങുന്നത്. 30 kWh ബാറ്ററി പാക്കുള്ള ഫ്രീഡം എഡിഷൻ എന്ന ബേസ് വേരിയന്റും 39 kWh ബാറ്ററി പാക്കുള്ള ഫ്ലൈയിങ് എഡിഷൻ എന്ന ടോപ്പ് എൻഡ് വേരിയന്റും. ഇനി നമ്മൾ ചാർജിംഗ് ടൈമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 40 kW DC ഫാസ്റ്റ് ചാർജിംഗിൽ വേരിയന്റുകൾ അനുസരിച്ച് 10 മുതൽ 80% ചാർജ് ചെയ്യാൻ 30 മുതൽ 45 മിനിറ്റ് വരെയാണ് വേണ്ടത്. വീട്ടിൽ വെച്ച് AC ചാർജിംഗിൽ അല്ലെങ്കിൽ വാൾ ബോക്സ് ചാർജിംഗിലാണെങ്കിൽ 0 മുതൽ 100% ചാർജ് ചെയ്യാൻ നമുക്ക് വേരിയന്റുകൾ അനുസരിച്ച് 6 മുതൽ 8 മണിക്കൂർ വരെയാണ് വേണ്ടത്. വണ്ടി ഇന്ത്യയിൽ വിൽപ്പന തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വാറന്റിയുടെ കാര്യങ്ങൾ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും BYD സീകളിന്റെ ചൈനയിലെ വില വേരിയന്റുകൾ അനുസരിച്ച് 69,900 യുവാൻ മുതൽ 85,900 യുവാൻ വരെയാണ്. അത് നമ്മൾ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 10 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എക്സ് ഷോറൂം വിലയാണ് കേട്ടോ. അതേപോലെ ലിഡാർ സിസ്റ്റം ഓപ്ഷണൽ ആണ്. അതിന് തീർച്ചയായും നമ്മൾ കൂടുതൽ കാശ് നൽകേണ്ടി വരും. എത്രയാണ് അതിന് കാശെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും ഗൂഗിൾ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപ നമ്മൾ അതിനുവേണ്ടി നൽകേണ്ടി വരുമെന്നാണ്. എന്തായാലും BYD സീകൾ ഇന്ത്യയിൽ ഇറങ്ങുകയാണെങ്കിൽ നിലവിൽ 3-ാം സ്ഥാനത്തുള്ള MG 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും ഒരു എതിരാളി ഉണ്ടാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ ഒന്ന് വേർക്കേണ്ടി വരുമെന്നർത്ഥം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം.